മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നീറ്റ് 2025 ഫിസിക്സിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ഭാഗത്തുള്ളതെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ കപ്പാസിറ്റൻസ് എന്ന ഭാഗത്തെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ് എന്ന് പറയുന്ന ഭാഗത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഈ ഭാഗത്ത് നിന്ന് നീറ്റ് എക്സാം ഇതുപോലുള്ള എൻട്രൻസ് എക്സാമുകൾക്ക് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ബോർഡ് എക്സാമുകൾക്ക് ഇതിൻ്റെ ഡെറിവേഷനും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ആ ഡെറിവേഷൻ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പൊട്ടൻഷ്യൽ എനർജിയിൽ ചേഞ്ച് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതിനുശേഷം നമുക്ക് ആ ക്വസ്റ്റിനകത്തോട്ട് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോളാണ് ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡൈപോൾ വരച്ചിട്ടുണ്ട്. ഈ വരികയാണ് കേട്ടോ, ഡോട്ടഡ് അല്ല, അല്ലാത്തത് +q - q. നമുക്കറിയാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ആ സ്മോൾ ഡിസ്റ്റൻസ് ആണ് ഇവിടെ 2a എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാം ഇതൊരു എന്താണ്, ഇതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം എപ്പോഴും പോസിറ്റീവിൽ നിന്ന് എവേ ആയിരിക്കും അല്ലേ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈപോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡുമായിട്ടുള്ള ആംഗിൾ നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, അത് θ1 ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജാണുള്ളത്, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സ് നമുക്കറിയാം QE ആണ്. ഇങ്ങനെ ഫോഴ്സ് കണ്ടുപിടിക്കും. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ഒരു +QE എന്ന് പറയുന്നത് നമുക്കറിയാം റൈറ്റിലോട്ടായിരിക്കും. അതുപോലെ ഇവിടെ നോക്കി, ഇവിടെ നമുക്കറിയാം പ്ലസും മൈനസും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടായിരിക്കും എന്തെന്ന് പറയുന്നത് QE എന്ന് പറയുന്ന ചാർജ്. പക്ഷേ അതെന്താണ്, അത് -QE എന്ന് പറയുന്ന ഫോഴ്സ് നേരെ ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം, ഈ +QE എന്ന് പറയുന്ന ഫോഴ്സ് ഈ പറഞ്ഞ റൈറ്റിലോട്ടും -QE എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടും ഈ ഡൈപോളിലെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും, 0 ആയിരിക്കും. കാരണം QE അല്ലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് ഫോഴ്സ് വരുന്നത്. എന്ത് ചെയ്യും, അത് ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ ഒരു ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, ടോർക്ക് ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ആ ടോർക്ക് ഉണ്ടാവും അല്ലേ. ഇവിടെ എന്തുണ്ടാവും, ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഈ ചേഞ്ച് ആണ് നോക്കുന്നത്. ആദ്യം θ1 ആയിരുന്നു, അവിടെ നിന്ന് ഇതിനൊരു ചെറിയ ചേഞ്ച്, റൊട്ടേഷൻ സംഭവിച്ച് നമ്മൾ എന്തായി θ2 ആയിട്ട് മാറി. അതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ θ1ൽ നിന്ന് θ2യിലോട്ട് മാറി. അപ്പോൾ ഇങ്ങനെ മാറുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ θ1ൽ നിന്നും θ2യിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വർക്ക് നടക്കട്ടെ. ഒരു വർക്ക് നടന്നെങ്കിലല്ലേ ഇത് ഈ പറയുന്ന പോലെ θ1 θ2യിലേക്ക് ഈ പറയുന്ന ഡൈപോൾ മാറുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ വർക്ക് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക് കണ്ടുപിടിക്കാം? വർക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, വർക്ക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 എന്ന് പറയാൻ കാരണം എന്താണ്, QE ക്യാൻസൽ ആയി. QE ക്യാൻസൽ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണ്. പിന്നെ അവിടെ എന്താ ഉള്ളത്, റൊട്ടേറ്റ് ചെയ്യുന്ന വസ്തുവിനുള്ള ഫോഴ്സ് ഉണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, അത് നമ്മൾ ടോർക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ടോൺ ഡിനോട്ട് ചെയ്യും അല്ലേ, ടോൺ ഡിനോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഒരു പ്രശ്നം. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് θ1 to θ2 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ പറയുന്ന പോലെ ഏത് ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ കൊടുക്കാൻ പറ്റും? അപ്പോൾ നേരിട്ട് നമുക്ക് θ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും? ഇല്ല. കാരണം ഓരോ ഈ പറയുന്ന സ്മോൾ ഇൻ്റർവെല്ലിലും ഈ പറയുന്ന ടോർക്ക് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ സ്മോൾ ഇൻ്റർവെല്ലിലും എന്ത് മാറിക്കൊണ്ടിരിക്കും, ടോർക്ക് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കൊണ്ട് θ എന്ന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഒരു സ്മോൾ ഇൻ്റർവെൽ എടുക്കും. അപ്പോൾ ഒരു സ്മോൾ ഇൻ്റർവെൽ എടുക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, dθ എന്ന് എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഒരു ചെറിയ ഇൻ്റർവെൽ എടുക്കും, അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കും. അടുത്ത ഒരു ചെറിയ ഇൻ്റർവെൽ എടുക്കും, അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ θ1ൽ നിന്ന് θ2യിലോട്ട് മാറാനുള്ള വർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ജനറലി നമ്മൾ ആദ്യം എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ചെറിയ വർക്കാണ് എടുക്കുന്നത്. ടോട്ടൽ വർക്ക് എടുക്കുന്നില്ല, ഒരു ചെറിയ വർക്ക്, ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ്, ചെറിയ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എടുക്കുകയാണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കാൻ കാരണം എന്താണ്, റൊട്ടേഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ W എന്ന് കൊടുക്കുന്നില്ല, dW എന്ന് കൊടുത്തു അല്ലേ. അതുപോലെ തന്നെ ചെറിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ θ എന്ന് കൊടുത്തത്, നമ്മൾ എന്ത് കൊടുത്തു, dθ എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ചെറിയ ഇൻ്റർവെൽ എടുത്തിട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോകണം.
അതിനേക്കാളും നല്ലതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ പ്ലസ് ടു പഠിക്കുന്നുണ്ട്. എന്ത്? ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ മാത്സിൽ പഠിക്കുന്നുണ്ട്. അതിവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ മാത്സ് ഇല്ലാതെ സയൻസ് എടുത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറഞ്ഞത്. അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഇൻ്റഗ്രേറ്റ്, ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സ്മോൾ ഇൻ്റർവെല്ലിലുള്ള വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം ഒരു ചെറിയ ഇൻ്റർവെല്ലുള്ളത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? എവിടെ തൊട്ട് എവിടെ വരെയുള്ള വർക്കാണ്? θ1 തൊട്ട് θ2 വരെ. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ ഓഫ് dw ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടോ dθ. ഇനി എവിടെ തൊട്ട് എവിടെ വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? θ1 തൊട്ട് എവിടെ വരെയാണ്? θ2 വരെയാണ്. അപ്പോൾ dw ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് w കിട്ടും. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്കറിയാം ഈ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൈപോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു. അത് P sin θ ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ θ1 to θ2 P sin θ dθ. ടോർക്കിന് മാത്രം ഞാൻ മാറ്റി എന്ത് ചെയ്തു? P sin θ എന്ന് വിളിച്ചു. അപ്പോൾ P എന്താണ്? P എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡൈപോൾ മൊമെൻ്റ് ആണ്. E എന്താണ്? E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ അത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് ഇൻ്റഗ്രലിന് വെളിയിലെടുക്കാം. അപ്പോൾ W ഈസ് ഈക്വൽ ടു P പുറത്ത് വന്നു, ഇൻ്റഗ്രൽ θ1 to θ2 sin θ dθ. അപ്പോൾ ഇതൊരു ജനറൽ റിസൾട്ടാണ്. നമ്മൾ ഇൻ്റഗ്രേഷൻ പഠിക്കുമ്പോൾ ഇൻ്റഗ്രൽ sin x dx, ഇൻ്റഗ്രൽ sin x dx എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അതെന്താണ്? അത് മൈനസ് കോസ് എക്സ് ആണ്. ഇൻ്റഗ്രൽ sin x dx അല്ലേ? അവിടെ എക്സിലല്ല തീറ്റയിലാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ sin θ dθ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് മൈനസ് കോസ് θ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? W ഈസ് ഈക്വൽ ടു P മൈനസ് കോസ് θ. നമുക്ക് ലിമിറ്റ് ഉണ്ട് θ1 to θ2. നോക്കിയേ, നമുക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ എന്ത് θ1 to θ2 കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വെറുതെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ് എന്ന് ചോദിച്ചാൽ ഇത്ര എഴുതിയാൽ മതി, മൈനസ് P കോസ് θ എന്ന് എഴുതിയാൽ മതി. നമ്മളിവിടെ ചോദ്യം നമുക്ക് ചേഞ്ച് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ആ ചേഞ്ചിൻ്റെ ഡെറിവേഷനിലേക്ക് പോകുന്നത്. നിങ്ങളോട് വെറുതെ ഈ പറയുന്ന പോലെ ചേഞ്ച് ചോദിക്കുന്നില്ല. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ചെയ്താൽ മതി. അവിടെ θ1 to θ2 കാണിക്കട്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് P കോസ് θ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ ലിമിറ്റ് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലിമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഈ മൈനസ് വേണമെങ്കിൽ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ മൈനസ് P ഇൻറ്റു ആദ്യം കോസ് തീറ്റയ്ക്ക് പകരം അപ്പർ ലിമിറ്റ് എന്ത് ചെയ്തു? കോസ് θ2 എന്ന് കൊടുത്തു, മൈനസ് എന്ത് ചെയ്തു? കോസ് θ1 എന്ന് കൊടുത്തു. അപ്പോൾ ഇനി നമുക്കറിയാം ഈ മൈനസ് കൂടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ ഇക്വേഷൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു P കോസ് മൈനസ് കൊണ്ട് അത് പ്ലസ് ആയിക്കോട്ടെ കേട്ടോ, കോസ് θ1 മൈനസ് കോസ് θ2. ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെ ചേഞ്ച് ഇൻ വർക്ക്. ഈ ചേഞ്ച് ഇൻ വർക്ക് തന്നെയാണ് അതിൻ്റെ എന്തായിട്ട് സ്റ്റോർ ചെയ്യുക? പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അപ്പോൾ ഈ വർക്കാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് P കോസ് θ1 മൈനസ് കോസ് θ2. അപ്പോൾ ഈ ആരുടെയാണ് ഈ പൊട്ടൻഷ്യൽ എനർജി? ഇത് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. പക്ഷേ നമ്മൾ ജനറലി പറയുന്നത് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഡൈപോളിൻ്റെ ഈ പറയുന്ന പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ആ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്തെന്ന് പറയുന്നത്? P കോസ് θ1 മൈനസ് കോസ് θ2. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്ന പോലെ നമ്മുടെ ബോർഡിൽ നമ്മൾ എഴുതും. അത് നിങ്ങൾ സ്വയം ഒന്ന് വർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ആൻസർ ഞാൻ അടുത്ത ദിവസം ഈ പറയുന്ന പോലെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.